ഇപ്പം നിലവിലിപ്പം ഇവിടെ 3 പേര് തന്നെ ഉണ്ടായിരുന്നെന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3 പേരുണ്ടായിരുന്നു, 2 പേര് രക്ഷപ്പെട്ടു, ഒരാൾ മരണപ്പെട്ടു. നാട്ടുകാർക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു, മുകളിൽ നിന്ന് ആരെങ്കിലും സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ആ സമയത്ത് ആരെങ്കിലും? അതിനെക്കുറിച്ച് അറിയില്ല, പരാതിയെക്കുറിച്ച് അറിയില്ല. അത് പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ അറിയില്ല. എൻ്റെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ആയതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ഇപ്പം ഈ ആശുപത്രിയിലുള്ള ആളുകളുടെ സ്ഥിതി എങ്ങനെ? ആശുപത്രിയിലുള്ള ആളുകൾ റിക്കവറി ആയി, കുഴപ്പമില്ല. ഏത് സ്വദേശികളാണ്? 3 പേരും വെസ്റ്റ് ബംഗാൾ സ്വദേശികൾ. 3 പേര്. അപ്പം എന്താണ് ഇവരുടെ ഡീറ്റെയിൽസ് മറ്റതും കിട്ടി? മരിച്ച ആളുടെ പേര് എലാഞ്ചർ എന്നാണ്, 30 വയസ്സ്. ഏത് വെസ്റ്റ് ബംഗാളിൽ ഏത് പ്രദേശമാണെന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവർ 3 പേര് തന്നെ മാത്രമായിരുന്നോ ഇവിടെ ജോലി ചെയ്തില്ല? അല്ല, വേറെ ആളുകളുണ്ടായിരുന്നു. പരിക്കുണ്ട്, പക്ഷേ അവർക്ക് വേറെ ഫാറ്റൽ ഇഞ്ചുറീസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് മനസ്സിലായത്. അവർ സ്വയം രക്ഷപ്പെടുകയായിരുന്നല്ലേ? അവരിത് വരുന്ന സമയത്ത് ഓടി രക്ഷപ്പെട്ടു എന്നാണ്. ഈ ഇവർ മാനേജ്മെൻറ്റായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചോ? എന്താണ് സംഭവം? ഇല്ല, അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടുന്ന് വരുന്നല്ലേ ഉള്ളൂ. ഇനി ബാക്കി നടപടിയും കേസും കാര്യങ്ങളും എന്തായാലും ഉണ്ടാവും. അത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലായിരിക്കും. അവിജിമാർ ACP ആണ് ഇപ്പം പ്രതികരിച്ചിട്ടുള്ളത് ഈ വിഷയത്തിൽ. എന്തായാലും 3 പേരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കൂടുതൽ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അതിൽ 2 പേർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഒരാളെയാണ് ഇപ്പം ഇവിടുന്ന് മണ്ണിൽ അടിയിൽ നിന്ന് പുറത്തേക്കെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പം അല്പം മുമ്പ് ACP പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ലഭിച്ചിട്ടുണ്ടോ, എന്താണ് ഇതിൻ്റെ വസ്തുത എന്നതടക്കമുള്ള കാര്യങ്ങളിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് വരുന്നത്. അതുകൊണ്ട് അതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന നടക്കും. ഇപ്പോൾ ഇതാ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആംബുലൻസുകൾ ഉൾപ്പെടെ ഇപ്പം ഇവിടെ നിന്ന് തിരിച്ച് പോവുകയാണ്. കാരണം 3 പേർ എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ 2 പേരെ എന്തായാലും ആശുപത്രിയിലേക്ക് മാറ്റി. അവർ 2 പേരും സുരക്ഷിതരാണ്, കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ല എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു പ്രവൃത്തി തന്നെയായിരുന്നു ഫയർഫോഴ്സിനെ സംബന്ധിച്ച് ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായിരുന്നത്. കാരണം വേറെ ദുഷ്കരമായിട്ടുള്ള രക്ഷാപ്രവർത്തനമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം.